ഹായ് ഹലോ കുട്ടിപ്പടീസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ പാഴൂർ ശിവക്ഷേത്രത്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. പാഴൂർ കുട്ടിക്കുറുമ്പനും എൻ്റെ അനുജത്തിയുമായിട്ടാട്ടോ ഗൈസ് ഞങ്ങൾ എത്തിയത്. കണ്ടില്ലേ, പാഴൂർ ശിവക്ഷേത്രം ഇതാണ്. അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കായിട്ട് ഞാൻ പറയാം, എറണാകുളം ജില്ലയിൽ പിറവം എന്ന സ്ഥലത്താണ് നമ്മുടെ പാഴൂരപ്പൻ്റെ പാഴൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ആലുവ ശിവക്ഷേത്രം പോലെ തന്നെ ബലിതർപ്പണങ്ങളൊക്കെ നടക്കുന്ന നമ്മുടെ പ്രശസ്തമായൊരു ക്ഷേത്രമാട്ടോ പാഴൂരമ്പലം. നമ്മൾക്ക് നമ്മുടെ സ്ഥലത്ത് നിന്ന് ഒരു 5 കിലോമീറ്ററോളം ഉള്ളൂ കേട്ടോ ക്ഷേത്രത്തിലേക്ക്. കണ്ടില്ലേ, കുട്ടിക്കുറുമ്പനുമായിട്ട് ഞാൻ ക്ഷേത്രത്തിനകത്ത് കയറി വെളിയിലിറങ്ങിയ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അവന് അകത്തുനിന്ന് കൊടുത്ത വഴിപാടൊക്കെ ആയിട്ട് അവനത് കഴിക്കട്ടെ, ഭയങ്കര ഇഷ്ടം. അവന് അവിടെ നിന്ന് അവൽ ആയിട്ട് ഒരു വഴിപാട് കൊടുക്കും. അതെൻ്റെ കുട്ടിക്കുറുമ്പന് ഭയങ്കര ഇഷ്ടമാട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ കണ്ണനെ കാണാനായിട്ട് അവിടെ തന്നെ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയുണ്ട്. നമ്മൾ കണ്ണനെ കണ്ട് തൊഴുതു. പിന്നെ എൻ്റെ കുട്ടിക്കുറുമ്പന് ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസാണ് നമ്മുടെ മഞ്ചാടി ഇരിക്കുന്ന അവിടെ. അവനാണെങ്കിൽ മഞ്ചാടി വാരി എറിയും കളയും, അതൊക്കെ അവൻ്റെ ഹോബിയാട്ടോ. നമ്മൾ പാഴൂർ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ എവിടെയും അങ്ങനെയാണ് മഞ്ചാടി നമ്മൾ കുട്ടികളെ കൊണ്ട് 3 പ്രാവശ്യം ഇങ്ങനെ വാരിക്കുന്നത് നല്ലതാണെന്നാണ് കേട്ടിരിക്കുന്നത്. പിന്നെ ദേവകൃഷ്ണ എന്നാണ് എൻ്റെ കുട്ടിക്കുറുമ്പൻ്റെ പേര്. കണ്ണൻ്റെ പേരിനോട് സാമ്യമുള്ള പേരായിട്ടായിട്ടേക്കുന്നത്. പിന്നെ അവൻ കണ്ണൻ്റെ നാളുമാണ്, രോഹിണി നാളാട്ടോ അവൻ. അതുകൊണ്ട് എൻ്റെ കുട്ടി എപ്പം വന്നാലും നമ്മൾ കുട്ടിക്കൃഷ്ണൻ്റെ അടുത്ത് നമ്മൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഓക്കെ ഗായ്സ്, ഇതാണ് പാഴൂർ പുഴക്കരയിലാട്ടോ നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നല്ല സീനറിയാണ്, കാണാൻ ഒത്തിരി ഉണ്ട് ഗൈസ് എല്ലാം. പാഴൂർ ക്ഷേത്രത്തിൽ പോകാത്ത ആൾക്കാരൊക്കെ ഞാൻ പറയുക കേട്ടോ, നമ്മുടെ പിറവത്താണ് പാഴൂർ അമ്പലം. അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണത് ഒക്കെ നല്ല നല്ല ഇതുള്ള അമ്പലമാട്ടോ ഗൈസ്. നമ്മൾ അടിപൊളി പ്ലേസ് അത്. പിന്നെ ഇത് കണ്ടില്ലേ, പുഴക്കരികിൽ തൂക്കുപാലമൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ തൂക്കുപാലത്തിലേക്ക് പോകും കേട്ടോ ഗൈസ്. പാഴൂർ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ഗൈസ്. അതിൽ ഞങ്ങൾ ആ തൂക്കുപാലത്തിലേക്ക് കയറാനായിട്ട് ഞങ്ങൾ പോകും കേട്ടോ ഗൈസ്. ഓക്കെ, എന്നാൽ നമുക്ക് തൂക്കുപാലത്തിൽ കയറാനായിട്ട് പോകാം ഗൈസ്. ഓക്കെ, എൻ്റെ കൂടെ പോന്നോളൂ. ഞാൻ വലിയ ബിൽഡപ്പ് അടിച്ചൊക്കെ പോയതാണ് ഗൈസ്. കണ്ടില്ലേ, ഞാനങ്ങ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ പോയി ഗൈസ്. പക്ഷേ പക്കത്തി പോയപ്പോഴേക്കും എനിക്ക് ഭയമായി. കാരണം പാലൊന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. തൂക്കുപാലമല്ലേ ഗൈസ്. അപ്പോൾ അങ്ങ് നടന്നങ്ങ് പക്കത്തി ആകുമ്പോഴേക്കും സംഭവം ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ശരിക്കൊരു ഭയമായിരുന്നു കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്ക് ഈ തൂക്കുപാലത്തിൽ നിന്നാൽ തന്നെ നമ്മുടെ പാഴൂരിലെ വ്യൂസൊക്കെ ശരിക്കും, അമ്പലം ശരിക്കും നമുക്ക് നല്ല വൈബാണ് കേട്ടോ ഗൈസ്. കണ്ടില്ലേ, ഫുള്ള് നമ്മൾ കാണാൻ സാധിക്കും. ഓക്കെ, എനിക്ക് അവിടെ വരെ ഞാൻ പോയുള്ളൂ. പിന്നെ പേടിച്ചിട്ട് എൻ്റെ അനിയത്തിയാട്ടോ കുട്ടിക്കുറുമ്പനെയായിട്ട് പോയത്. കണ്ടില്ലേ, നമ്മുടെ പാഴൂർ അമ്പലത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അതിമനോഹരമായിട്ടോ കാണാൻ. പുഴയ്ക്കരികിൽ തന്നെ നമ്മുടെ പാഴൂരപ്പം സ്ഥിതി ചെയ്യുന്നത്. കുട്ടിക്കുറുമ്പനാണെങ്കിൽ ഭയങ്കര അങ്ങ് നടന്നു പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാട്ടോ അവൻ പോയത്. ഓക്കെ, നമ്മൾ കണ്ടില്ലേ, ഇതേ നല്ല നല്ല സ്ഥലങ്ങൾ, ഒരുപാട് അടിപൊളി വ്യൂ ആണ് കേട്ടോ ഗൈസ്. കുറുമ്പനാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് സകല വികൃതികളും കാണിക്കുന്നുണ്ട്. അവനങ്ങ് എടുത്ത് ചാടാനൊക്കെയുള്ള ഒരു തോന്നലായിരുന്നു കേട്ടോ. അവൻ എന്താണെന്ന് അറിഞ്ഞൂടല്ലോ, അപകടമാണെന്നൊന്നും അവൻ അറിഞ്ഞൂടല്ലോ. പിന്നെ ഞാനൊന്ന് അവനെ താഴെ നിർത്തി കേട്ടോ ഗൈസ്. അപ്പോൾ അവൻ രാവിലെ ചീമൂടായിരുന്നതുകൊണ്ട് അവന് ദേഷ്യം കൊണ്ടവൻ വീണ്ടും എൻ്റെ കയ്യിലേക്ക് തന്നെ വന്നു. കണ്ടില്ലേ, ഇവിടെ ബലിതർപ്പണം നടക്കാറുണ്ട് ഗൈസ് പുഴക്കരികിൽ. അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റായിട്ടൊരു കുഞ്ഞ് ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിലൂടെ അവിടെ മണപ്പുറത്തേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അവിടെ ബലിതർപ്പണമൊക്കെ ഇന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇന്നല്ല, ഒട്ടുമിക്ക ദിവസങ്ങളിലും നമുക്ക് ഒത്തിരി സ്ഥലത്ത് നിന്ന് ബലിതർപ്പണത്തിന് ആൾക്കാർ പാഴൂർ അമ്പലത്തിൽ എത്താറുണ്ട് കേട്ടോ ഗൈസ്. കണ്ടില്ലേ, പാഴൂരിൻ്റെ ആ പുഴയ്ക്കരിയിലുള്ള വൈബാണ് കേട്ടോ. പിന്നെ എന്തായാലും കുട്ടിക്കുറുമ്പൻ അലമ്പായതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാമെന്ന് കരുതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയായിരുന്നു ഗൈസ്. അവിടെ നിന്ന് ഞങ്ങൾ മസാല ദോശയാണ് കേട്ടോ കുറുമ്പന് വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ച് കുട്ടിക്കുറുമ്പൻ ഹാപ്പിയായി. പിന്നെ പാഴൂരിന് ഞങ്ങൾ കുറച്ച് സ്റ്റിൽസ് എടുത്തായിരുന്നു കേട്ടോ ഗൈസ്.
കുറച്ച് സ്റ്റിൽസ് എടുത്തത് ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെ. നമ്മുടെ കുട്ടി വീഡിയോ ആയിരുന്നു. എന്തായാലും നമ്മുടെ കുട്ടി ബഡീസിൻ്റെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കുക.